ലൈറ്റോ എന്നിട്ട് ഇതിങ്ങനെ കുട്ടി വെക്കാൻ എന്താ ഇതാണോ? ഇത് പിന്നെ ലൈറ്റ് അല്ലേ? ലൈറ്റാണോ? ഇത് കുത്താൻ പറ്റുമോ? കുത്താനല്ല, അത് തൂക്കിയിടുന്ന ലൈറ്റ്. ലൈറ്റ് അത് തൂക്കിയിടുക. ചാരു എടാ നേരം വെളുത്തു, ഇനി ലൈറ്റൊന്നും വേണ്ട. കുറച്ചേരം വെക്കലേ. എവിടെ പോയി? എവിടെ പോയി? ലൈറ്റ് കരോട്ട പോയോ? right. നമ്മളിപ്പോൾ ഉള്ളത് ഹത്തയിലാണ്. ഹത്തയുടെ ഉള്ളോട്ടായിട്ട് ഇങ്ങനല്ലേ നമ്മുടെ വണ്ടിയൊക്കെ. എന്ത് രസമാണെന്ന് പറയാം. ഇവിടെ രാവിലെ ഫുൾ ടെൻ്റാണ്, ഫുൾ ടെൻ്റ് അടിച്ചിരിക്കുക. നമ്മൾ നേരെ മുഖത്തേക്ക് കയറാൻ പോകും. കാണാൻ എന്ത് രസമാണ്. കാണിച്ചു തരാം. അവിടെയാണ് നമ്മൾ ടെൻ്റ് അടിച്ചിരിക്കുന്നത്. ചാരുമൊക്കെ അവിടെയുണ്ട് കേട്ടോ. ഇതാ ഇത് തൊട്ടിപ്പുറം ആൾക്കാർ ടെൻ്റ് അടിച്ചിരിക്കുക ഓരോ ഗ്യാപ്പിലും. മലയുടെ ഇവിടെയൊക്കെ ടെൻറ്റിങ് ഉണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും ടെൻ്റ് അടിച്ചിരിക്കുക. എന്ത് ഭംഗിയാണെന്ന് അറിയുവാണ്. ണ്ടോ ആ മലയുടെ മുകളിൽ ആൾക്കാർ കയറിയിട്ട് എന്ത് ഭംഗിയാ. നമ്മൾ ടെൻ്റ് അടിച്ച അവിടെ കേട്ടോ. ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ടെൻ്റ് അടിച്ചിരിക്കുന്നത്. അവിടെ ഒത്തിരി പേരുണ്ട് കേട്ടോ, ഓരോ സ്ഥലത്തായിട്ട്. ഇതെന്തൊരു ഭംഗിയാണെന്നൊക്കെ. ഓരോ മലയുടെ മുകളിൽ അങ്ങ് അവിടെ ആൾക്കാരുണ്ട്, ഇവിടെ അങ്ങനെ ഓരോ മുക്കിലും മൂലയിലും ആൾക്കാർ വന്ന് ടെൻ്റ് അടിച്ചിരിക്കും കേട്ടോ. ദുബായിൽ അവധി ദിവസങ്ങളിൽ ഇങ്ങനെ ആൾക്കാർ ആഘോഷിക്കും. ചില ആൾക്കാർ ഇവിടെ ഫയർ വർക്ക്സ് കാണുമ്പോൾ, ചില ആൾക്കാർ ടെൻറ്റിങ് ഇഷ്ടമാണ്. നല്ല തണുപ്പാണ് കേട്ടോ, നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇത് ആക്ച്വലി ഹത്തയിലാണ് കേട്ടോ, ദുബായ് ഹത്ത. ഇത് ഹത്ത മുനിസിപ്പാലിറ്റിയുടെ. ഓക്കെ, ദുബായ് ഹത്ത മൗണ്ടൻസ് ആണ് ഇതൊക്കെ. ഹത്ത ഇവിടെ ഒരു വിൻ്റർ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്.
അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും അവരുടെ വാഷ്റൂം, ടെൻറ്റിങ് കാര്യങ്ങളെല്ലാം ഫെസിലിറ്റി കൂടി കേട്ടോ വന്നത്. ചാരൂട്ടൻ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. എന്താ ചാരൂട്ടൻ? ചാരൂട്ടൻ നമ്മൾ വിളിക്കുന്നുണ്ട്. ആ മലയിലൊക്കെ ആൾക്കാർ കണ്ടോ, എന്ത് രസമാണെന്നറിയാം കാണാൻ. അവിടെ ദുബായ് നമ്മളീ കാണുന്ന കെട്ടിടങ്ങൾ മാത്രമുള്ളതല്ലോ കേട്ടോ. അതേപോലെ ഒത്തിരി പ്രദേശങ്ങളുണ്ട്, ഉൾനാട് ഗ്രാമങ്ങൾ ദുബായിൽ. എന്തൊരു ഭംഗിയാണ്. ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി തന്നെയാണ് കേട്ടോ ദുബായിൽ വന്നിട്ട്. തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയൊക്കെ ഒരു 2-3 മണിയാകുമ്പോഴേക്ക് വിറച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു അവിടെ. അവിടെ പ്രത്യേകിച്ച് വാഷ്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് മുനിസിപ്പാലിറ്റിയുടെ. അതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വാഷ്റൂം ഫെസിലിറ്റി കിട്ടും. ഇവിടെ പിന്നെ സ്വന്തം വാഷ്റൂമിലുള്ള ടെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു വേസ്റ്റ് പോലും ഇടാൻ പാടില്ല. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ആൾക്കാർ വെക്കുന്നത്. ഒരാളും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്നെ ആൾക്കാർ വരും. ഇവിടെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ വന്നിട്ട് വേസ്റ്റ് എടുത്തിട്ട് പോകും. അപ്പോൾ നമ്മൾ അങ്ങനെ അവർ എടുത്ത് ഓരോ പേപ്പേഴ്സൊക്കെ പുറത്തുനിന്ന് കാണുമ്പോഴേ നമുക്കങ്ങനെ അവിടെ വെളിയിൽ ചാടാൻ തോന്നത്തില്ല. ഇതുണ്ടോ, ഇത് എന്താണെന്ന് അറിയത്തില്ല. ചില മരങ്ങൾ മാത്രമേ ഇവിടെ നല്ല ഗ്രീനറിയോട് കൂടി കാണാൻ കഴിയുള്ളൂ കേട്ടോ. പിന്നെ ആ കാണുന്നൊരു മരം അത് നിറയുണ്ട് ഇവിടെ, പക്ഷെ അതിന് ഭയങ്കര മുള്ളാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതും ഈ കാണുന്ന ഈ മുൾച്ചെടി കണ്ടോ, അതിന് നല്ല മുള്ളുണ്ട്. സാധനം പറിക്കാനൊന്നും പറ്റത്തില്ല. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. ഞാനങ്ങനെ നമ്മളെ ടെൻറ്റിൻ്റെ അടുത്തേക്ക് ഇറങ്ങി പോകട്ടോ. ഇത് വന്ന് ദുബായിലെ ഹർത്ത എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഞങ്ങളിവിടെ മുന്നേ വന്നിട്ടുണ്ട്, 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. എന്നാലും ഇവിടെ വരാനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ നമുക്ക്. ടെൻറ്റ് കാണിച്ചു തരാം. ഇത് രണ്ടും ഞങ്ങളുടെ കേട്ടോ. ഇതിൽ അനിയനും ഫാമിലി, അതിലാണ് ഞങ്ങൾ കിടന്നത്. നല്ല വലിപ്പമുള്ള ടെൻറ്റാണത്. ഇത് കുറച്ച് സൈസ് കുറവാണ്. ഞങ്ങളിന്നൊക്കെ ചെയ്തത് ബാർബിക്യൂ ഒക്കെ ഞങ്ങൾ ഐറ്റംസ് കേട്ടോ. ചാരൂട്ടെന്താ ചാരൂട്ടെന്താ ഇതിനായിട്ട് വന്നിട്ടുണ്ട്. ചാരു ഫസ്റ്റ് എണീച്ചേ? ചാരുവാണോ ഫസ്റ്റ് എണീച്ചേ? ഉണ്ടോ വണ്ടികളൊക്കെ പോകുന്നുണ്ടോ? എല്ലാവരും ടെൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് കുറേ ആൾക്കാർ മടങ്ങി പോകാറായിട്ടോ. നിങ്ങൾ എന്തായാലും ചെറിയ ചായയൊക്കെ കുടിച്ചിട്ടേ പോകും. വണ്ടികളിങ്ങനെ ഓരോന്നായിട്ട് പോയിക്കൊണ്ടിരിക്കാം. ഇതാണ് ഞങ്ങൾ ടെൻ്റ് അടിച്ച സ്ഥലം കേട്ടോ. നല്ല രസമല്ലേ കാണാൻ.
ആരൂട്ടാ എവിടെയാ? നോക്കണേ സ്ലിപ്പാവല്ലേ, പല്ലും ചിരിയെല്ലാം പോവും. എൻ്റെ കാന്തിക ശക്തിയുള്ള മണ്ണാന്ന് മനസ്സിലായോ? കാന്തിക ശക്തിയുള്ള മണ്ണാണ്. എവിടെയൊക്കെ നിങ്ങൾ നടന്നു പോന്നേ? എവിടെ പോന്നു ഞാരും? അല്ലല്ല, ഇത് അവിടത്തേക്ക് എത്തും. ഞാൻ ഇങ്ങോട്ട് കയറാനുള്ള വഴിയൊന്നുമില്ല. എടാ അതിലൊന്നും കയറണ്ട, മൂക്കും കുത്തി വീഴുവേ. ഒരാളൊക്കെ പിടിവിട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചാരൂട്ടൻ റിസ്ക് ആയിട്ട് കയറി പോവട്ടോ. ഇത് എങ്ങോട്ടാ ഈ പോക്ക് ചാരൂട്ടാ? എവിടത്തേക്കാ ചാരൂട്ടാ? എവിടെ പോകുന്നു ചാരൂട്ടാ? മലേന്റെ മേലേക്കോ? എന്താ ഭംഗിയല്ലേ ചാരൂട്ടാ? സ്ലിപ്പാവല്ലേ, ചുണ്ടും പല്ലും എല്ലാം പോവേ. ഓ എന്താ അടിപൊളി ലൊക്കേഷൻ അല്ലേ ചാരൂട്ടാ? കയറാൻ നല്ല സുഖമായിരിക്കും, ഇറങ്ങാനായിരിക്കും ബുദ്ധിമുട്ട് കേട്ടാ. ഇതുണ്ടോ അത്തേലെ എന്ത് മനോഹരാണ് നോക്കി. ഒന്നും പറയാനില്ല ഗൈസ്, ഇവിടെ എത്തി. ഒന്നും പറയാനില്ല. അതാണ് അതിന്റെ രഹസ്യം. അവിടെയാണോ കയറാൻ പോന്നേനി? കുറച്ച് രസത്തിട്ട് കയറാൻ പോകും. എന്താ പറയാനല്ലേ? യദു അവിടെ കിടന്നുറങ്ങുന്നുണ്ട് ആ നീല ടെൻറ്റിൽ കണ്ടോ? ഇതാ അതിൽ കിടന്നുറങ്ങുക. ആൾക്ക് ഇവിടുത്തെ തണുപ്പൊന്നും ആണ്ട. എന്ത് ഭംഗിയാണ് നോക്കിയാൽ ഇവിടുത്തെ മലകൾ. ഭയങ്കര തണുപ്പ് കേട്ടോ. ഹലോ ഗൈസ്, നിങ്ങൾക്ക് എവിടെയാ അറിയോ? എവിടെയാ? എൻ്റെ അമ്മേ, എന്നെ വിളിക്കാൻ അതല്ലേ സൈഡിലുണ്ടല്ലോ. മൊത്തം കറക്കി കാണിച്ചു തരാം. അച്ഛൻ മൊത്തം കറക്കി കാണിച്ചു തരാം ചാരുവിൻ്റെ. എന്താണ്? എവിടെ 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 എവിടെ? ചാരു നമുക്ക് മുകളിൽ കയറാം. നമുക്ക് മുകളിൽ കയറാം. ബാക്കി കഴിക്കാം. ഓക്കെ, ഒന്ന് നടന്നു. ഇത് മറ്റേ വിമാനടാ 45-ന്റെ. ഇത് കണ്ടോ? ഡ്രോണല്ല ഇത്. ഇത് കണ്ടോ? ആരോ മറ്റേ ഫ്ലൈറ്റ് ഇല്ലേ റിമോട്ടിൽ യൂസ് ചെയ്യുന്ന അത് വെച്ച് പറത്തോ. ഞാൻ വരണോ?
ശ്രദ്ധിക്കണേ എന്നാ ഇതാ നല്ല റിസ്ക് ആയിട്ടാണ് ചാറ് കയറി പോകുന്നത്. ആ ഇത് കയറി എത്തിയിട്ടുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. എന്ത് മനോഹരാന്ന് നോക്കി. എന്താ ഇതിന്റെ അടിത്തട്ടിൽ എത്തിയിട്ടുള്ള മനോഹരമായ കാഴ്ച കണ്ടോ. ഹത്ത ടൗണ് കാണാം. കണ്ടോ ഒത്തിരി പേര് ടെൻ്റ് അടിച്ചിട്ട് ഇവിടേക്ക് ഇന്നലെ ഫുള്ളായത് കേട്ടോ. കുറേ പേര് പോയതാ. എത്ര ടെൻ്റ് നോക്കി. കളർഫുള്ള് ടെൻ്റ് ഉണ്ടോ. എന്ത് ഭംഗിയാണ് നോക്കി. ആ കാണുന്ന ഹത്ത ടൗൺ എന്തൊരു ഭംഗിയാണ് നോക്കിയ മലകള്. അതിനെന്തുണ്ട്, എന്താ അഭിപ്രായം? ചാരു എന്താ പറയുന്നേ? സൂപ്പറാണോ? അതെന്തോ മാർക്ക് വെച്ചതാ. ചാരു ഇത് കണ്ടോ, ഒരാളെ മലയുടെ മേലെ കയറിയിട്ട് ഒറ്റയ്ക്കുണ്ട് അവിടെ. കണ്ടോ എന്താ പണിയെടുക്കുന്ന അറിയില്ല. നമ്മൾ താഴേക്ക് പോകട്ടോ, നമ്മൾ ടെൻ്റ് അടിച്ച സ്ഥലത്തേക്ക്. സ്ഥലം കാണാം വേഗം പോയ. നമ്മൾ പോവാ, ദുബായിക്ക് പോവാ അല്ലേ? എന്തിനാ പണിക്കുന്ന? അച്ഛനില്ലേ? അച്ഛനുണ്ട്. രണ്ടാൾ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്ലിപ്പാവേ. നീ എനിക്ക് പിടിച്ച ഒരാള് വീഴാനായിക്കഴിഞ്ഞാൽ മൂന്നാളെയും വലിച്ചിട്ട് ഒറ്റ പൊക്കൂ. അതാണ് തോന്നല്ല സ്ലോപ്പിൽ ഇറങ്ങാൻ പറ്റുന്ന. അച്ഛൻ ചെരിഞ്ഞ് ഇറങ്ങി. ഇങ്ങനെ നേരെ കുത്തനെ ഇറങ്ങാതെ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുള്ളുണ്ട് കേട്ടോ. മുള്ളു നോക്കണേ. ഉണ്ട്. ഇങ്ങനെ സൈഡായിട്ട് ഇറങ്ങി. എൻ്റെ കൂടെ തന്നെ വന്നു. എവിടെയാ? ഇല്ല. അങ്ങനെ ശ്രദ്ധിച്ചോ? എനിക്ക് വീണു പോവോ?
മാമനെ അവിടെ എത്തിയോ ഈ മുകളിൽ നോക്കണേ. ഒറ്റക്ക് പോയി മല കയറിയിട്ട് വരാൻ പറ. ഓക്കെ എത്തിയോട്ടാതെ ഇതെന്നാ ബൈക്കിംഗ് ട്രയൽസാ? ഇത് ബൈക്കിംഗ് ഓൺലി. എടാ ഇതേ സൈക്കിളുകൾ എടുത്ത് ചവിട്ടുന്ന കേട്ടോ. ഓ സൂപ്പർ. അതിന് ചാപ്പാണ്. ആ ചേട്ടന്മാർ നോക്കിയേ. എന്നെ മാമനെ ഇത് എണ്ണിപ്പിച്ച് വിട്ടോ. ഇവിടെയോ? ഓ ഞാൻ വീട് വീട് ഇവിടെ ഇതെന്തേ മാമ ഒറ്റയ്ക്ക് പോയി മര കയറി. ചായ ഒക്കെ സുഖമായി കിടന്നു യദുവിനെ നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? ഒരടി കൊടുത്താൽ ഒറ്റയ്ക്ക് പോയിട്ട് മര കയറി. ഇങ്ങോട്ടേക്ക് വലിച്ചു നിലത്തിടില്ല. സൂര്യൻ കുളിച്ചു എണീക്കാൻ ഗുഡ് മോർണിംഗ്. ഒറ്റയ്ക്ക് പോയി മര കയറി. ഞങ്ങളെല്ലാം കേറി ഇറങ്ങി. ആ അടി മുട്ടിനാ എനിക്ക് സുഖമായിട്ട് കിടന്നു. നല്ല ഓർക്കൊക്കെ നാളെ.
ചാരു എന്താ പരിപാടി? ഫുഡാക്കണോ? എന്താ സ്പെഷ്യൽ ഇന്ന്? മാഗിയാണോ സ്പെഷ്യൽ? ചാരു ചാരു എന്താ പരിപാടി? ഞാനിങ്ങനെ ഭക്ഷണം എന്താ ഭക്ഷണം? മാഗി ഉണ്ടാക്കാൻ കൊടുക്കണ്ടേ? ആർക്ക് ആർക്കാക്കുന്ന ഇത്? എന്തൊക്കെ ആർക്കൊക്കെ ആക്കുന്നേ? എൻ്റെ മാമനും വഞ്ചിമയും. അച്ഛനില്ലേ? അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. ആയിട്ടില്ല ആക്കണം. ഇത് വെന്നും പട്ടിയാലേ തിന്നാൻ പറ്റുള്ളൂ. ബാബൂസ് എന്നോട് അതിരിക്കൂടെ. ടേസ്റ്റ് ഉണ്ടാവോ? ഉണ്ടാവുമായിരിക്കും. ഉണ്ടാവുമായിരിക്കോ? അതെന്താ അങ്ങനെ? അറിയിട്ടില്ല. അതിന് ചാരുലാക്കുന്നു, ടേസ്റ്റോട് കൂടിയിട്ടാക്കണ്ടേ? ശ്രദ്ധിക്കുന്നുണ്ട്. കുട്ടിയുടെ ആണിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇത് മേത്തേക്കൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ ചൂടാണ് കേട്ടോ, ശ്രദ്ധിക്കണേ. ഇന്ന് ഞാനാ ഭക്ഷണം ആക്കണേ. ആണോ? വൈകുന്നേരം വരെയുള്ള കാര്യമെല്ലാം നോക്കണേ നമ്മുടെ. എന്തൊക്കെ ആക്കി തരും ഉച്ചക്ക്? ചിക്കനും ഉണ്ട്. അതെയാ? പിന്നെ കറിയും. വൈകുന്നേരം ചാരു 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 എന്താ പരിപാടി? ഞാൻ ഞാൻ പറഞ്ഞില്ലേ? സ്പെഷ്യൽ ആക്കുവാണ്? എന്താ സ്പെഷ്യൽ ഇന്ന്? വീണ്ടും വീണ്ടും പറഞ്ഞോണ്ട് നിൽക്കുവാണോ? നമ്മുടെ ഇന്നത്തെ ഭക്ഷണം മാഗി കേട്ടോ. മാഗി ആക്കി കട്ടൻ ചായ വെച്ച് ചാരൂട്ട മാഗി ആക്കുന്ന തിരക്കില്ല. അല്ല ചാരു, ചാരു മാഗി ആക്കുമല്ലേ? ചാരു സമയം ബിസിയാണ്. ഓഫ്, വേഗം പോകണം. എനിക്ക് വണ്ടി വിറ്റ് ഒറ്റ പോക്കം വേണം. എന്താ പഠിക്കുന്ന വന്യ വേണ്ടി ഏരു ഞാൻ സ്പൈസി കണ്ടുപിടിക്കുക. ഇപ്പൊ കണ്ടോ നല്ല സ്പൈസി ഒക്കെ കുട്ടികൾ തിന്നു പഠിക്കാനുണ്ടേ. കാട്ടിട്ട് ഒന്നും ആവണം ഗായ്സ്. എന്ത്? ഈ കാട്ടിട്ട് ഒന്നും ആവണില്ല ഗായ്സ്. കാറ്റത്ത് ഒന്നും ഉണ്ടാവണില്ല ഗായ്സ്. കാറ്റത്തൊന്നും ഉണ്ടാവുന്നില്ലേ? എന്താ? അത് ഭയങ്കര കാട്ടാ. എന്താ ചാരു എന്താ പണിയെടുക്കുന്നേ? എന്താ പരിപാടി? ഈ മുട്ടയാക്കണം. മുട്ടയാക്കോ? എത്ര ഉണ്ട്? എത്ര എഗ്സാ? 1 2 3 4 5 5 eggs. 5